ഈ നോസിൽ വെച്ചിട്ട് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ, അപ്പോൾ അത് നോക്കിക്കോളണേ, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇതേപോലെ നോസിലിൽ ഇട്ട ശേഷം പൈപ്പ് മേഖല ഫുള്ളായിട്ട് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ക്രീം ഉണ്ടായിരിക്കണം. അത് നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ഉണ്ടായിരിക്കണം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ സെൻറ്ററിൽ കൊണ്ടുവന്ന് അങ്ങനെ നിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അല്ലാത്ത ഒരു രീതിയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ നിർത്തുന്നില്ലേ, ആ എൻഡ് വരുന്നത് നമുക്ക് സൈഡിലോട്ടാക്കി കൊടുത്തിട്ട് അവിടുന്ന് അടുത്ത ഫ്ലവർ തുടങ്ങാം. അപ്പോൾ ആ നിർത്തുന്നത് കാണാത്ത രീതിയിലുള്ള ഫ്ലവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സെൻറ്ററിൽ കൊണ്ടുവന്ന് അങ്ങനെ നിർത്തി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പല രീതിയിലും ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ബോർഡറിൽ കൊടുക്കുന്നത് അതേ നോസിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് ഓരോ ഫ്ലവർ അല്ല, ഒരു എന്തോ പറയാവുന്നത്, അതേപോലെ ഇങ്ങനെ വലിച്ച് കൊടുത്താൽ മതി. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്രീം തീർന്നു പോവുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നീളത്തിലൊന്ന് വലിച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നല്ല ഭാഗം ഏതാണോ വരുന്നത് അത് ഫ്രണ്ടിലേക്കാക്കി കൊടുത്താൽ മതി. നമ്മൾ ചെയ്യുമ്പോൾ ആ ജോയിൻറ്റ് വരുമല്ലോ, ആ ജോയിൻറ്റ് വരുന്ന ഭാഗം ഒരിക്കലും ഫ്രണ്ടിലാക്കാതിരുന്നാൽ മതി. കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിരുന്നാൽ ആ നോസിലിനുള്ളിലും പൈപ്പ് മേഖലയിലുള്ള ക്രീം ഫുള്ളായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്കത് കൊണ്ടങ്ങ് നിർത്തി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ.